എങ്ങോട്ടാ ശാരദാമ്മ രാവിലെ? ഒന്നും പറയണ്ട എന്റെ പ്രസിഡന്റെ. വീട്ടിലെ കോഴിയെ കട്ടോണ്ട് പോയതിന് കാവിലമ്മയ്ക്ക് ഒരു നേർച്ചയും കൊണ്ട് ചെന്നതാ. അവിടെ ചെന്നപ്പോ കാവിലമ്മയെ ആരോ കട്ടോണ്ട് പോയിരിക്കണു. ആട്ടെ, പ്രസിഡന്റ് എങ്ങോട്ടാ? പള്ളിയിലേക്കൊന്ന് പോകുക. സ്വർഗരാജ്യം കാണുക, അതാ ഇനി ലക്ഷ്യം. നരകം ഇതിനകം കണ്ടു കഴിഞ്ഞു. ഈ ആഴ്ച പള്ളിയുടെ കേടുപാട് തീർക്കാൻ വേണ്ടി പിരിവെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച രൂപതാ നിധിയിലേക്കുള്ള പിരിവായിരുന്നു. അതാണല്ലോ രൂപത എന്ന് പറയുന്നത്. വരുമാനത്തിന്റെ 10% പള്ളിക്ക് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞേ. എന്തിനാ 10-1? 100-1 തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാ. പള്ളിക്കാര്യത്തിനല്ലേ? പ്രിയ കുഞ്ഞാടുകളെ, ഈ കഴിഞ്ഞ ഭൂമി കുലുക്കത്തില് നമ്മുടെ പള്ളിക്കുണ്ടായ കേടുപാടുകൾ തീർക്കാൻ ആവശ്യമായ പണികൾ അടിയന്തരമായി നടത്തിയിട്ടിരിക്കുന്നു. ആയതിലേക്കായി നിങ്ങൾ ഓരോരുത്തരും നൽകാൻ പോകുന്ന സംഭാവനകൾ ഇവിടെ പ്രഖ്യാപിക്കണം. 10 രൂപ. 10 തേങ്ങ. ഞാൻ 15 രൂപ. ഒരു കോഴി. കഷ്ടം, 1 മണിക്കൂർ വായിട്ടല്ല ചേച്ചി കിട്ടിയത്. മൊത്തം 75 രൂപയാ. പള്ളി പണിയാനുള്ള കാശിനി എവിടുന്നുണ്ടാക്കും കർത്താവേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നതാ കാര്യം? പള്ളി പുതുക്കി പണിയുന്നതിനു വേണ്ടി എന്റെ വക സംഭാവന തരാൻ വന്നതാണ് അച്ചോ. എത്രയാ എഴുതേണ്ടത്? അച്ചോ, ഒരു 10,000 രൂപ എഴുതിക്കോളൂ. ഇതാ കാശ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലച്ചോ, ഞാൻ ലോഡൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയ സ്ത്രീയെ അറിയൂടോ കപ്പ്യാരെ? അതവളല്ലേ മറിയക്കുട്ടി? എടോ, അവള് പള്ളിക്ക് വേണ്ടി 10,000 സംഭാവന ചെയ്തത്. അത് പള്ളിക്ക് ചേർന്ന പണമല്ലച്ചോ. അവൾ ഇത്തിരി പെശക. ഇനിയിപ്പൊ എന്നാ ചെയ്യ? കൈക്കാരനോടൊന്ന് ചോദിച്ചു കളയാം. അത് പള്ളിക്ക് ചേർന്ന പണമല്ലെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. പിന്നെ അച്ഛൻ തന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കും. രൂപ 10,000. ഇടവക യോഗം വിളിച്ചു കൂട്ടിയച്ചും എല്ലാവരുടെ അഭിപ്രായം ആരായാം. എടോ കപ്പിയാരെ, ഇടവക യോഗമുണ്ടെന്ന് നമ്മുടെ പള്ളി ഭിത്തിയിലെ നോട്ടീസ് പതിക്ക്. എല്ലാവരും അറിയട്ടെ. എല്ലാരും പെട്ടെന്ന് അറിയണമെങ്കിൽ കള്ളുഷാപ്പിന്റെ വാതിക്കലും ഒരെണ്ണം ഒട്ടിക്കണം. അങ്ങനെയുള്ള ഈ പണം വാങ്ങുന്നത് നമ്മുടെ പള്ളിക്ക് ചേരുന്നതാണോ എന്നതിനെ കുറിച്ച് തീരുമാനിക്കാനാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ചേർന്നിരിക്കാൻ. ഇങ്ങോട്ടിരിക്കൂ. ആ കാശിന് ഒരു കുഴപ്പവുമില്ല. ധൈര്യമായിട്ട് മേടിച്ചു. അത് ഞങ്ങളുടെയൊക്കെ കാശ് തന്നെ.